നമസ്കാരം. രൂപയുടെ മൂല്യം റെക്കോർഡ് ലോയിലേക്ക് എത്തിയതും കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ വന്ന ഫ്രഷ് സെല്ലിംഗ് പ്രഷറും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. രൂപയുടെ മൂല്യം 92.36 രൂപ പെർ ഡോളർ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിലും താഴെ പോവുകയാണെങ്കിൽ ഇത് മാർക്കറ്റിൽ ഇൻഫ്ലേഷണറി പ്രഷർ ഉയർത്തുമെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലും സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. ഡോ ജോൺസ് 1.56%, S&P 1.52%, നാസ്ഡാക്ക് 1.78% ഇടിഞ്ഞു. അമേരിക്കൻ മാർക്കറ്റ് ഇടിയുന്നതിന് പിന്നിലെ പ്രധാന കാരണം ക്രൂഡിൻ്റെ വിലയിലുണ്ടായ വർധനവ് തന്നെയാണ്. കൂടാതെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഇറാൻ്റെ സുപ്രീം ലീഡർ പറഞ്ഞിരിക്കുന്നത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് ഗ്ലോബൽ എക്കോണമിയെ തന്നെ പ്രഷറൈസ് ചെയ്യാനുള്ള ഒരു ടൂൾ എന്ന നിലയ്ക്കാണ്. അതുകൊണ്ട് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലൂടെ ഷിപ്പുകളെ കടന്നു പോകാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ഇറാൻ്റെ പരമോന്നത നേതാവിൽ നിന്നും വന്നത്. ഇതും ഗ്ലോബൽ മാർക്കറ്റിനെയും ഇന്ത്യൻ മാർക്കറ്റിനെയും വോളറ്റൈലാക്കിയേക്കാം. കൂടാതെ മുമ്പ് ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നു പോകുന്ന ഷിപ്പുകൾക്ക് US നേവി എസ്കോർട്ട് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നേവി ഇപ്പോൾ എസ്കോർട്ട് ചെയ്യാൻ തയ്യാറല്ല എന്ന രീതിയിലുള്ള അപ്ഡേറ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതും ക്രൂഡിൻ്റെ വില ഉയരുന്നതിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുകയും ചെയ്തു. അതോടൊപ്പം കഴിഞ്ഞ ദിവസവും പേർഷ്യൻ ഗൾഫിൽ വെച്ച് 3 ഫോറിൻ എണ്ണ ടാങ്കറുകളെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഇതിനുള്ള ഒരു പ്രതികാര നടപടി എന്ന നിലയ്ക്ക് ഇറാൻ്റെ 16 മൈൻ ലേയിങ് ഷിപ്പുകളെ US നേവി ആക്രമിക്കുകയും ചെയ്തു. ഈ വാർ തുടർന്ന് പോവുകയാണെങ്കിൽ ക്രൂഡിൻ്റെ വില $100 മുകളിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. ദീർഘകാലം ക്രൂഡിൻ്റെ വില $100 പെർ ബാരലിന് മുകളിലേക്ക് നിലനിൽക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ എക്കോണമി ഉൾപ്പെടെയുള്ള ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന എക്കോണമിയെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് കൂടിയാണ്. ക്രൂഡിൻ്റെ വില റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി US 172 മില്യൺ ബാരൽ ഓയിൽ അവരുടെ സ്ട്രാറ്റജിക് റിസർവിൽ നിന്നും റിലീസ് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. കൂടാതെ ഇൻ്റർനാഷണൽ എനർജി ഏജൻസി 400 മില്യൺ ബാരൽ ഓയിൽ റിലീസ് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ന്യൂസുകളൊക്കെ വന്നിട്ടും ക്രൂഡിൻ്റെ വിലയിൽ ഒരു കൂൾ ഓഫ് വരുന്നില്ല. കൂൾ ഓഫ് വരാത്തതിന് പിന്നിലെ പ്രധാന കാരണം ഗൾഫ് രാജ്യങ്ങൾ ക്രൂഡിൻ്റെ പ്രൊഡക്ഷനിൽ വരുത്തിയ കുറവ് മൂലമാണ്. മാർക്കറ്റിൽ ബിയറിഷ് സെൻറ്റിമെൻറ്റ് നിലനിൽക്കുന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ മാർക്കറ്റ് 1% ഇടിയുകയും ഇൻഡെക്സ് 23,639 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മാർക്കറ്റ് 23,639 കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് നൽകിയതുകൊണ്ട് 23,800 ആയിരിക്കും ഇനിയുള്ള പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. 23,500, 23,250 തുടങ്ങിയ ലെവലുകളായിരിക്കും മാർക്കറ്റിൻ്റെ ഇനിയുള്ള ഡൗൺ സൈഡിലെ സപ്പോർട്ട്. ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടി മനസ്സിലാക്കാം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫെർട്ടിലൈസർ സെക്ടറിലെ സ്റ്റോക്കുകളെയും കെമിക്കൽ സെക്ടറിലെ സ്റ്റോക്കുകളെയും നമ്മൾ ഫോക്കസ് ചെയ്യണം. ബാലാജി അമൈൻസ് പോലുള്ള കമ്പനികൾ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ബാലാജി അമൈൻസ് പോലുള്ള പല കെമിക്കൽ കമ്പനികളും അവരുടെ പ്ലാന്റുകളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അമോണിയയുടെ ലഭ്യതക്കുറവാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. അമോണിയ ലഭിക്കാത്തതിന് പിന്നിലെ പ്രധാന കാരണം മിഡിൽ ഈസ്റ്റിലുണ്ടായിരിക്കുന്ന സംഘർഷത്തെ തുടർന്ന് ലോജിസ്റ്റിക് സപ്ലൈ ചെയിനിൽ വന്നിരിക്കുന്ന ഡിസ്ട്രപ്ഷൻസ്. അതുകൊണ്ട് ഫെർട്ടിലൈസർ സെക്ടറിലെ യൂറിയ, അമോണിയ തുടങ്ങിയവ ഉപയോഗിക്കുന്ന കമ്പനികളും അല്ലെങ്കിൽ ഇവയുമായി ബന്ധപ്പെട്ട കമ്പനികളെയും കെമിക്കൽ സെക്ടറിലെയും സ്റ്റോക്കുകളിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും പ്രഷർ വരാൻ സാധ്യതയുണ്ട്. DCM ശ്രീരാം എന്ന കമ്പനി റിന്യൂവബിൾ എനർജി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി 130 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് DCM ശ്രീരാം എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. അവന്യൂ സൂപ്പർ മാർട്ട് മഹാരാഷ്ട്രയിൽ 2 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 163 ഉയർത്തിയിട്ടുണ്ട്. ഗാന്ധാർ ഓയിൽ പുറത്തുവിട്ട അപ്ഡേറ്റ് പ്രകാരം കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ ഓയിലിൻ്റെ വിലയിൽ 20% വർധനവാണ് ഉണ്ടായത്. അതിന് പിന്നിലെ പ്രധാന കാരണം റോ മെറ്റീരിയൽസിൻ്റെ സപ്ലൈ കുറവാണ്. അതുകൊണ്ട് ഓയിൽ സെക്ടറിലെ സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. റെയിൽവേയുടെ ആൻറ്റി കൊള്യൂഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത കമ്പനിയായ കോട്രൻ്റ് ഫ്യൂച്ചർ ടെക് എന്ന സ്റ്റോക്കിനെ ഇന്ന് ശ്രദ്ധിക്കാം. ആൻറ്റി കൊള്യൂഷൻ സിസ്റ്റമായ കവചിൻ്റെ ഫൈനൽ ഫേസ് ട്രയൽ, അതായത് പാസഞ്ചർ വെഹിക്കിൾസിന് വേണ്ടിയുള്ള ഫൈനൽ ഫേസ് ട്രയൽ കടന്നു പോവുകയാണ്. അതുകൊണ്ട് കോട്രൻ്റ് ഫ്യൂച്ചർ ടെക് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ അദാനി എനർജി സൊല്യൂഷൻ എന്ന കമ്പനി സബ്സിഡറി അക്വിസിഷൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. JK ലക്ഷ്മി സിമൻറ്റ് ആസാമിലെ ഒരു ലൈംസ്റ്റോൺ ബ്ലോക്കിൻ്റെ ലോവസ്റ്റ് ബിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് JK ലക്ഷ്മി സിമൻറ്റ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കൽപ്പത്താരു പവർ ട്രാൻസ്മിഷൻ എന്ന കമ്പനി മുംബൈയിൽ അന്ധേരി വെസ്റ്റിൽ
1400 കോടി വിലയുള്ള 3 ഏക്കർ ലാൻഡ് അക്വയർ ചെയ്തതുകൊണ്ട് സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. ACME സോളാർ പ്രോജക്ട്സ് എന്ന കമ്പനിയുടെ 300 മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിൻ്റെ സെക്കൻഡ് ഫേസ് കമ്മീഷൻ ഔട്ട് ആയിട്ടുണ്ട്. സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്